മലപ്പുറം ജില്ലയ്ക്കെതിരെയും മുസ്ലിം ജനവിഭാഗത്തിനെതിരെയും അടിസ്ഥാനരഹിതവും അപക്വമായ പ്രസ്താവനയുമായിട്ടാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നൊരു കാര്യം, മലപ്പുറം പ്രത്യേകമായ ഒരു രാജ്യമാണ്, പ്രത്യേകം ആൾക്കാർ താമസിക്കുന്നൊരു പ്രദേശമാണെന്ന്. ഇത് തീർച്ചയായും ഒരു വംശീയ വിദ്വേഷത്തിൽ നിന്നുണ്ടാകുന്നൊരു കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ അടിസ്ഥാനരഹിതമായ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ സമ്പത്തും അധികാരവും ഒക്കെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി BJPയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുകയും BJPക്ക് അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം എടുക്കേണ്ടത്. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി അദ്ദേഹം മുസ്ലിം ജനസാമാന്യത്തിനെതിരെ അപക്വമായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അദ്ദേഹം യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ സാരഥി എന്ന നിലക്ക് ആ സ്ഥാനത്തിരിക്കാൻ പോലും യോഗ്യതയില്ലാത്തൊരു മനുഷ്യനായി സ്വയം മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ സർക്കാർ മുൻകൈയെടുത്തുണ്ടാക്കിയ ഒരു നവോത്ഥാന സമിതിയുണ്ട്. ആ നവോത്ഥാന സമിതിയുടെ ചെയർമാനാണത്രേ കേരളത്തിൽ ജീവിക്കുന്ന ഏതാണ്ട് 30% വരുന്ന ഒരു മതന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ പരസ്യമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അദ്ദേഹത്തെ പുറത്താക്കണം. കേരളം, മതേതര കേരളം, കേരളത്തിലെ ഗവൺമെൻറ് വെള്ളാപ്പള്ളി നടേശനെ ഈ സ്ഥാനത്ത് നിന്ന്, നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കേണ്ടതാണ്. അങ്ങനെ കേരളത്തിൻ്റെ മാനം രക്ഷിക്കേണ്ടതാണ്. കേരളത്തിലെ ഏതെങ്കിലും വിഭാഗം ഇവിടെ പേടിച്ച് ജീവിക്കുകയാണ്, മലപ്പുറത്ത് പേടിച്ച് ജീവിക്കുകയാണ്, മലബാറിൽ പേടിച്ചാണ് ഇടവർ ജീവിക്കുന്നത് എന്നൊക്കെ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം EDയുടെ റെയ്ഡിനെ പേടിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ബേസിക്കായ കാര്യം. അപ്പോൾ ED റെയ്ഡ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിരന്തരം BJPയെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട മുസ്ലിങ്ങൾക്കെതിരെ, മുസ്ലിം ജനസാമാന്യത്തിനെതിരെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗുരുവിൻ്റെ വാക്യത്തിനും ജീവിതത്തിനും SNDPയുടെ ചരിത്രത്തിനും എതിരായ നീക്കമാണ്. അത് വെള്ളാപ്പള്ളി ആയാലും തുഷാർ വെള്ളാപ്പള്ളി ആയാലും ഒക്കെ ചെയ്യുന്നത് ഈ ഹീനമായ നടപടിയാണ്. അവർ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ ഏറ്റവും പ്രബലമായൊരു സമുദായത്തെ പരിഹാസ്യരാക്കുകയും ജനസമുദായത്തിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതവർ അടിയന്തരമായി തന്നെ നിർത്തേണ്ടതാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്.